തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കോഴ്സിലും ഈ ലൊക്കേഷനിൽ വരും. ഇവിടെ നിരന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം നമസ്കാരം. നാളെയാണ് തൃശ്ശൂർ പൂരം. പൂരത്തിന്റെ തലേ ദിവസം തേക്കിൻകാട് ആനകൾ കൊണ്ട് നിറയും. എല്ലാവർക്കും അറിയാലോ, അവരുടെ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ മാത്രമല്ല, പാറമേക്കാവിൻ്റെ അവിടെ പിന്നെ 1-2 സ്ഥലങ്ങളിലുണ്ടെന്നാണ് അറിവ്. എന്തായാലും ഇവിടെ ഓരോരുത്തരായിട്ട് വരും. ആദ്യം അവിടെ വടക്കുന്നാഥിൻ്റെ അവിടെ പോയിട്ട് തൊഴുതിട്ട് പിന്നെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകും. അതാണ് പതിവ്. എന്തായാലും ആരൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
വന്നു, പെട്ടെന്ന് തന്നെ ഫിറ്റ്നസ് കിട്ടി പോവുകയും ചെയ്തു. രാമൻ്റെ ഫുൾ വീഡിയോ, അതായത് ഇറങ്ങുന്ന വീഡിയോ എൻ്റെ ഇൻസ്റ്റാ ID-യിലുണ്ട് കേട്ടോ. ഇതാ വരുന്നു നമ്മളുടെ മറ്റൊരു മുതൽ, നമ്മളുടെ എറണാകുളം ശിവകുമാറിന് അതായത് ഇന്നലെ ഫിറ്റ്നസ്സൊക്കെ കിട്ടി, ഇന്നും ആൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഓരോരോരോ ഗജകേസരികൾ ഇങ്ങനെ ഈ ഒരു മൈതാനത്ത് വരുന്നത് കാണാൻ വേണ്ടി അത്രയും അധികം ആനപ്രേമികളാണ് ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ളത്. ചെറിയ പൂരം തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ എല്ലാവരും ക്ഷേത്രത്തിൽ നടക്കുന്നതിൻ്റെ മുമ്പിൽ പോയി തൊഴുതിട്ടാണ് കേട്ടോ ഈ ഫിറ്റ്നസ്സിന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പം ഇവിടെയാണ് എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് ഓരോരുത്തരായിട്ട് അവിടെ ഇങ്ങനെ ഒരു മറ കെട്ടിയ പോലെ ഒരു സംഭവമുണ്ട്. അവിടേക്കൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് പോയില്ല, അങ്ങോട്ട് ആരെയും അനുവദിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവരവരുടെ ഊഴം കാത്തുകൊണ്ട്. എലിഫന്റ് സ്ക്വാഡിന്റെ ചാർജുള്ള നമ്മുടെ വിനോദേട്ടനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എന്തൊക്കെയാ ഇതിന്റെ ക്രൈറ്റീരിയ ഒന്ന് പറയോ? ഇപ്പോ ഫോറസ്റ്റിന്റെയും അനിമൽ വെൽഫെയർ ബോർഡിന്റെയും SPCA എല്ലാം ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് എലിഫന്റ് സ്ക്വാഡിന്റെ എല്ലാ മെമ്പേഴ്സും വളണ്ടിയേഴ്സും ഇവിടെ ഉണ്ട്. അവരെല്ലാ സപ്പോർട്ടുകളും ഇതിനു വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഞാൻ തിരുവമ്പാടി സെലിബ്രേഷൻ കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അപ്പൊ നമ്മളെല്ലാവരും സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും സ്ക്വാഡിന്റെ സഹകരണം ഉണ്ടാവാറുണ്ട്. പിന്നെ മെഡിക്കൽ ടീമും വെറ്റിനറി ടീമും ഡോക്ടർ ഗിരിദാസിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇപ്പൊ അവിടെ ഫിറ്റ്നസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് പരിശോധിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആനകളെ അവര് ഒരു ടാഗ് ഇട്ടിട്ട് ആനകളെ വിടും. ആ ആനകളെ മാത്രം, ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ആനകളെ മാത്രമാണ് നമ്മള് പൂരത്തിന് എഴുന്നള്ളിക്കുന്നത്. ഇതില് അങ്ങനെ ഒരു ഫിറ്റ്നസ് കിട്ടാത്ത ആനകൾ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ അങ്ങനെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളത് നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്ത് അത് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടാണ് പരമാവധി എല്ലാ ആനകളും വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. വെറുതെ കൊണ്ടുവരാറില്ല. ഇപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ കൂടുതല് ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലോ. പിന്നെ ചൂടിന്റെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ രീതിയിലും തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ആനകളെ വിളിക്കുന്നത്. അതായത് ഈ പൂരത്തിന് പങ്കെടുക്കുന്ന എല്ലാ ആനകൾക്കും ഈ ഫിറ്റ്നസ് നോക്കുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. എത്ര ആനകൾ മൊത്തം ഈ വർഷം അതറിയാം? ഇപ്പൊ തിരുവമ്പാടിക്ക് നമ്മൾ ഏകദേശം 35ഓളം ആനകള് ഇപ്പോ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയും നമ്മൾ നോക്കുന്നുണ്ട്. കുറച്ചും കൂടി ആനകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷം ബാക്കിയുള്ള ആനകളുടെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. 35 എന്തായാലും കൂടുതലാണ് അല്ലേ? അല്ല, ആവശ്യത്തിന് കൂടുതലല്ല, ആവശ്യത്തിനായി. കുഴപ്പമൊന്നുമില്ല. ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും ആനകളുടെ എണ്ണവും കുറഞ്ഞു വരില്ല. ഇവിടെ മാത്രമാണോ ഫിറ്റ്നസ് നടക്കുന്നത്? വേറെ തൃശ്ശൂരിന്റെ പാർമേക്കാവിന്റെ അവിടെ അവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അവരുടെ ഡോക്ടേഴ്സിന്റെയും ഈ ഫോറസ്റ്റിന്റെയും നേതൃത്വത്തിൽ അവിടെ നടക്കുന്നുണ്ട്. ഫിറ്റ്നസിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? മീൻസ് ചെക്ക് ചെയ്യാൻ ആരൊക്കെയാണ്? ചെക്ക് ചെയ്യാനായിട്ട് വെറ്റിനറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മള് സ്ക്വാഡിന്റെ മെമ്പേഴ്സ് എല്ലാവരും അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കും. പിന്നെ പൊതുജനങ്ങള്, പോലീസും ഇവരുടെ ആനകളുടെ അടുത്തേക്ക് അധികം വേറെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ അവർക്ക് വെള്ളം, നേരത്തിന് ഫ്രൂട്ട്സ്, പട്ട, അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് എല്ലാ മെമ്പേഴ്സിനെയും നമ്മള് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ഇതൊക്കെ വിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് മാനേജ് ചെയ്യാൻ കഴിവുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്ക്വാഡ് മെമ്പേഴ്സ് ആണ് ഉള്ളത്. അത് ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല, മൊത്തം കേരളത്തിലെ ഉത്സവ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ഇതിനായിട്ട് ഒരു ടീമായിട്ട് പോകുന്ന ആൾക്കാരാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ഇനിയാണോ കൂടുതൽ ആളുകൾക്ക്, തൃശ്ശൂർക്കാർക്ക് ഇത് ഒരു പരിചയമുള്ള കാഴ്ചയാണ്. പക്ഷെ ഈ ഒരു തലേ ദിവസം എനിക്കൊന്ന് പുറത്തുനിന്നുള്ളവർ പോലും ഇതൊന്ന് കാണാൻ വേണ്ടി കേരളത്തിന്റെ എല്ലാ പുറത്തുനിന്നും ആനപ്രേമികൾ ഇവിടെ വരും. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ആനകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഫിറ്റ്നസ്സിന് വരുമ്പോൾ അത് കൃത്യമായിട്ട് വലിയൊരു ഓട്ടോ ഫ്രൂട്ട്സുമായിട്ട് വന്നിട്ടുള്ള JCI ടീമാണ്. അതിന്റെ പ്രസിഡന്റ് പേര് ആശിഷ്.
സോണി. ഓക്കെ, ഇത് നമ്മുടെ റോണി ചേട്ടൻ. നിങ്ങളിത് എത്ര വർഷമായി ചെയ്യണു? 17 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആനയ്ക്ക് മധുരം ഇന്ന് കൊടുക്കും, നാളെ ജനത്തിന് സംഭാരം കൊടുക്കും. 10,000-ഓളം ആൾക്കാർക്ക് സംഭാരം ഫ്രീ ആയിട്ട് MG റോഡിൽ വെച്ചിട്ട് ചെയ്യണതാണ്. 17 കൊല്ലമായിട്ട് നടത്തി വരുന്ന ഒരു സംഭവം ആണല്ലേ. അപ്പൊ ഇപ്പൊ ഇത് ആനകൾക്ക് ഫിറ്റ്നസ് കഴിഞ്ഞ് പോകുമ്പോഴാണോ നിങ്ങൾ ഇവിടെ നിന്നിട്ട് തന്നെ കൊടുക്കും? ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ ആന റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ആനയ്ക്കുള്ള ഫ്രൂട്ട്സ് മധുരം പ്രോഗ്രാമിന്റെ പേര്. ആനയ്ക്കുള്ള മധുരം ജനത്തിന് സംഭാരം. ഒരാളും കൂടെ വന്നിട്ടുണ്ട്, പേര് ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ ആന ഇതിലെ ആരാണ് ഏറ്റവും കൂടുതൽ ആനപ്രേമി? എല്ലാ ടൂറിസ്റ്റും ഈ ലൊക്കേഷനിൽ വരും. ഇവിടെ നിരന്ന് നിൽക്കുന്ന ആനകൾക്കെല്ലാം ഈ ഫ്രൂട്ട്സ് ഫ്രീ ആയിട്ട് ആനകളുടെ ഒരു സന്തോഷം ഞങ്ങളുടെ JCI പൂരത്തിനോട് കൂടി അലിയണതോടുകൂടി. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്ത് ഭംഗിയായിട്ടാണ് പോണതല്ലേ ശരിക്കും. അപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എക്സാം എഴുതാൻ വന്ന് ആ റിസൾട്ട് വാങ്ങിച്ച് പോകണ പോലത്തെ ഒരു ഫീലാണ്. കാര്യം നേരത്തെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി വന്നു, അവരവരുടെ ഊഴം കാത്തു നിന്നു, അത് ഫിറ്റ്നസ് കിട്ടി തിരിച്ചു പോവുകയാണ്. നല്ല ഒരു എന്താ പറയുക, എത്രയോ പൂരങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നല്ലേ. പക്ഷേ തൃശ്ശൂർ പൂരത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഇത്രയും അധികം ആനകളെ കാണാനും ഇത്രയും അധികം ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ ഈ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടാണ് അല്ലേ. പ്രത്യേകിച്ച് ഇതേ ഓരോരുത്തരെ കിട്ടി ആ സന്തോഷത്തിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. എന്ത് ഭംഗിയായിട്ടാണ് ഇവർ ഒരുങ്ങി വന്നേക്കുന്നത്. ഷോളൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് വലിയ മാലൊക്കെ ആയി എല്ലാവരും ഇവിടെ വന്നത് നേരെ പോയി തൊഴുത് എന്നിട്ടാണ് ഈ ഫിറ്റ്നസിന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് തന്നെ കാണാനൊരു അഴകാണ്. അപ്പോൾ ഇനി നമ്മൾ അധിക നേരമൊന്നും ഇവിടെ നിൽക്കുന്നില്ല. കാര്യം ഇനിയും ആനകൾ ഈ ഒരു സമയത്തും ആനകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുൾ നമ്മൾ എന്തായാലും കവർ ചെയ്യാനായിട്ട് പറ്റില്ല. നാളെ പൂരത്തിന് വരണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി കിടന്നുറങ്ങണ്ടേ. തൃശ്ശൂർ പൂരത്തിനുള്ള ഫിറ്റ്നസ് ഇവിടെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ആനപ്രേമം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പക്ഷെ പൂരത്തിനോടനുബന്ധിച്ച് തലേ ദിവസത്തെ ഈ ആനകളെ മൊത്തം കാണാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു എന്താ പറയുക, ഒരു കണ്ണിന് ഭയങ്കര ഒരു സുഖം നൽകുന്ന ഒരു കാഴ്ചയാണ്. ആനപ്രേമികൾ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയധികം ഒരു പൂരത്തിന്റെ തിരക്ക് തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് ആനകളൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളത്. പറ്റാവുന്നതൊക്കെ നമ്മൾ വിഷ്വൽ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ